വയനാട് ബത്തേരിയിൽ 5 വിദ്യാർത്ഥികൾക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ രോഗം സ്ഥിരീകരിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം 8ആയി. കഴിഞ്ഞ ദിവസം 3 വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിരുന്നു. കൊളയാടി മാർ ബെസേലിയൂസ് AUP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ദീപക് മോഹൻ വിവരങ്ങളുമായി ചേരുകയാണ്. ദീപക്, കൂടുതൽ പരിശോധനാ ഫലങ്ങൾ പുറത്തുവരുമ്പോൾ കൂടുതൽ പേരിലേക്ക് രോഗം പകരുന്നത് ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യമാണ്. അത് തീർച്ചയായും അത് ഒരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് മന്ത്രി അടക്കം സുൽത്താൻ ബത്തേരിയിലെത്തി ഈ ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥികളെ സന്ദർശിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്നുള്ളതാണ്. നിയന്ത്രണ വിധേയമാണ് കാര്യങ്ങൾ എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇന്നിപ്പോൾ 5 വിദ്യാർത്ഥികളുടെ കൂടി ഫലം വന്നതിന് ശേഷമാണ് ഇപ്പോൾ 5 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചതായിട്ട് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഏറ്റവും ആദ്യം, അതായത് മിനിഞ്ഞാന്ന 2 പേർക്കായിരുന്നു രോഗം സ്ഥിരീകരിച്ചത്. 21 ആളുകളുടെ റിസൾട്ട് സാമ്പിൾ ആണ് ആദ്യം പരിശോധനയ്ക്ക് അയച്ചത്. അതിൽ 2 ആളുകൾക്ക് ഷിഗല്ല പോസിറ്റീവ് സ്ഥിരീകരിച്ചു. അതിനുശേഷം ഇന്നലെ ഒരാൾക്ക് സ്ഥിരീകരിച്ചിരുന്നു. ഇന്നിപ്പോൾ ആ 21 പേരിൽ 5 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജില്ലയിൽ പലയിടങ്ങളിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ, ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി നടത്തുന്നുണ്ട് ആരോഗ്യ വകുപ്പ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും നേരത്തെ, അതായത് കോളിയാടി മാർ ബസേലിയൂസ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ ഷിഗല്ല സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏതായാലും ഈ നേരത്തെ നേരിട്ട ബന്ധമുള്ള, അതായത് രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയ കുട്ടികളുടെ വീടുകളിലുള്ള മറ്റു കുട്ടികളടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതായത് സുൽത്താൻ ബത്തേരിയിലുള്ള 11 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആ മേഖലകളിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. 5 ആളുകൾക്ക് കൂടി ഇന്ന് ഷിഗല്ല സ്ഥിരീകരിച്ചിരിക്കുന്നു. കൂടുതൽ ഊർജിതമായി തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ അടക്കം നടത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നിപ്പോൾ ആരോഗ്യ വകുപ്പും ഒപ്പം ട്രൈബൽ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും അടക്കം 3 വകുപ്പും സംയുക്തമായി ജില്ലയിൽ പലയിടങ്ങളിലും ക്ലോറിനേഷൻ ഡ്രൈവ് അടക്കം നടത്തുന്നത്. ആ മേഖലയിലുള്ള കിണറുകളിൽ, പ്രത്യേകിച്ച് വയനാട് ജില്ലയിലെ എല്ലാ സ്കൂളുകളിലുമുള്ള കിണറുകളിലടക്കം ക്ലോറിനേഷൻ ഡ്രൈവ് നടത്താനുള്ള തീരുമാനം ആയിട്ടുണ്ട്. അതനുസരിച്ച് ഇന്ന് രാവിലെ മുതൽ തന്നെ ക്ലോറിനേഷൻ ഡ്രൈവ് നടത്തുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസം മറ്റ് 2 ആരോഗ്യ പ്രവർത്തകർക്കും ഒപ്പം ഒരു അധ്യാപികയ്ക്കും ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. 5 ആളുകളുടെ സാമ്പിൾ ഫലം വന്നതിലാണ് ഇപ്പോൾ 5 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിരിക്കുന്നത്. ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത്. 5 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. കൂടുതൽ ആളുകളിലേക്ക്